ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണല്ലോ. വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവോടെ എൻ്റെ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. എപ്പോഴൊക്കെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് അവസരം കിട്ടുമോ അതെല്ലാം വളരെ സന്തോഷത്തോടെ, വളരെ പ്രാർത്ഥനയോടെ എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരും ലോകത്തിലെവിടായിരുന്നാലും നിങ്ങൾക്ക് അതതു ദിവസത്തേക്കുള്ള ആത്മീയ ദൂതായിരിക്കട്ടെ. ഏതെങ്കിലും വിഷയത്തെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്കിതൊരു വലിയ താക്കോലായിരിക്കട്ടെ. കവാടങ്ങൾ തുറന്ന പുറം കിടക്കുന്നത് പോലത്തെ ഒരു അനുഭവം വചനകേൾവിയിലൂടെ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തന്നെ അനുഭവിക്കുന്ന 1000 പേർ എന്നോട് കൂടെ വചനം കേൾക്കാനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെപ്പോഴും നമുക്ക് അനുയോജ്യമായ ആവശ്യമായ വചനം തരുന്ന നമ്മുടെ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട്, ഒത്തിരി പുകഴ്ത്തിക്കൊണ്ട്, ആ തിരുമുഖത്തേക്ക് നോക്കി ആരാധനയും മഹത്വവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചിലത് ചെയ്തു എന്ന് കനാന്യദേശത്ത് പാർത്തിരുന്നവർ കേട്ടു. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു. അവർ എന്തൊക്കെയോ ചെയ്തു എന്നല്ല, അവർ ഒരു കണക്കിന് രക്ഷപ്പെട്ടെന്നല്ല, ഇവരുടെ ദൈവം ഇവർക്ക് വേണ്ടി, ആ വാക്ക് ഞാൻ അടിവരയിട്ടത് അതാണ്. ആ വാക്ക് യഹോവ നിങ്ങൾക്ക് വേണ്ടി. ആ വാക്ക് ഞാൻ ഒന്നോടെ പറയും. എനിക്ക് വേണ്ടി ചിലത് ചെയ്യുന്നൊരു ദൈവമുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ദൈവം വിളിക്കുമ്പോൾ ആ വിളി കേട്ട് ഇറങ്ങി വന്നാൽ, എൻ്റെ ദൈവം ഒരാളെ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞ് മോശയെ അയച്ചതുപോലെ അയക്കുമ്പോൾ അതിനകത്തൊരു ദൈവിക ദൂതുണ്ടെങ്കിൽ ചുമ്മാ ചക്രം കറക്കും പോലെ കിടന്ന് അവിടെ കിടന്ന് കുഴയാതെ ആ പറയുന്ന ദൂതിന് തക്കവണ്ണം അനുസരിച്ച് ദൈവഹിതത്തിന് നാം വിധേയപ്പെട്ടാൽ ആ ദൈവം ഒരിക്കലും നമ്മളെ വഴിത്തലയ്ക്കൽ ഉപേക്ഷിക്കില്ല. അവർക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തിരിക്കും. ആ ചെയ്തെന്ന് പറഞ്ഞ് ചെറുതായിരിക്കുകയില്ല, അസാധാരണമായ കാര്യം. ഞാൻ പലപ്പോഴും ഈ ഭാഗം പറയുമ്പോൾ പറയാറുണ്ട്, ഇന്നത്തെ പോലെ പത്രമാധ്യമങ്ങളോ ന്യൂസ് പേപ്പറുകളോ ഒന്നുമില്ലാത്ത കാലത്ത് ചെങ്കടൽ പിളർന്നത് അങ്ങകലെ കനാൻ ദേശ നിവാസികൾ കേട്ടു. കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി എന്നൊക്കെ പറയുന്നത് എത്ര വലിയൊരു സംഭവമായിട്ടാണ്. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ എല്ലാം ഒന്നും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മളീ പലരും ഒരു ഗ്രാമത്തിലിരുന്നാൽ പോലും അറിയുന്നത്. ഈ വാക്ക് വായിക്കുമ്പോൾ, ഈ ഭാഗം വായിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ദൈവം ചിലത് ചെയ്തത് അറിയേണ്ടവരൊക്കെ അറിഞ്ഞു. ഇത് ഈ വാക്യം ഞാൻ ആവർത്തിച്ച് എൻ്റെ അധരത്തിൽ ഞാൻ ഉരുവിട്ടു. അങ്ങനെ പല പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ദൈവം തന്ന ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലത് ചെയ്യും. ചില വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം നിൻ്റെ പക്ഷത്താണെന്ന് തെളിയിക്കാൻ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ, നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ, നിന്നെ കാക്കുകയും കരുതുകയും ചെയ്യുന്നത് ഭൂമിയിലെ ഒരു ശക്തിയല്ല, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവാണ് കൂടെ ഇരിക്കുന്നത്, കൂട്ടിന് വരുന്നത് എന്ന് തെളിയിക്കാൻ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ഏറ്റവും ഈ ഭാഗത്ത് ഊന്നിപ്പറയാൻ പ്രേരണ ലഭിക്കുന്നത്, ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. ചില കാര്യങ്ങൾ ചെയ്യും. ചില കാര്യങ്ങൾ ഉപദേശിക്കുകയല്ല, ചില കാര്യങ്ങൾ ശരിയായോ എന്ന് ഇൻസ്പെക്ഷൻ നടത്തുകയല്ല. ഈ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ബ്രദറെ, ചെയ്യും സിസ്റ്ററെ. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച്
പറ്റുമെങ്കിൽ ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ദൈവം അറിയട്ടെ. ഒന്നിലധികം പ്രാവശ്യം ഇത് കേട്ട് നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തി നിങ്ങളുടെ ആത്മാവിനെ ശക്തീകരിച്ച് ഈ പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്യമാണെന്നും അതിന്നും സംഭവ്യമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് പ്രവർത്തിച്ചു നോക്ക്. കർത്താവ് നിശ്ചയമായും നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ, നിങ്ങളുടെ ശത്രുവിനെ, നിങ്ങളുടെ പ്രതിയോഗിയെ, നിങ്ങളുടെ എതിരാളിയെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കും. അത് ചെയ്തപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു? ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോകാൻ തുടങ്ങി. ദൈവപ്രവൃത്തി ചിലരെ ശരിക്കും ഉരുക്കിക്കളയും. കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, സർവശക്തനായ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ചില പ്രവൃത്തികൾ ദൈവം നിറവേറ്റാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഉരുകാൻ ആ നിലവാരത്തിൽ ഉറച്ചു നിന്ന, ചിലപ്പോൾ വിട്ടുതരാതെ നിന്ന, അവകാശത്തിൻ്റെ കൊടി നാട്ടി നിന്ന ചിലർ ഉരുകാൻ തുടങ്ങി. എതിരാളിയെപ്പോലെ ഈ കനാന്യൻ്റെ സത്യത്തിൽ ശത്രുതയോടെ ഇടപെടാൻ തുടങ്ങിയില്ല ചിലരൊക്കെ. എന്നാൽ ഇവർ കുറച്ച് പേരൊക്കെ തന്നെത്താൻ ഒഴിഞ്ഞു കൊടുത്തവരാ. എന്നാലും ഉരുക്കത്തിൻ്റെ അനന്തര ഫലമാണ് ശരിക്കും അവരുടെ വീര്യം കെട്ടുപോകും. അവർക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. ഏതൊരു വസ്തുതയ്ക്കും അങ്ങനെയാണല്ലോ. ഉരുകാൻ തുടങ്ങിയാൽ അതിൻ്റെ ബലം കെട്ടുപോകും. ഇരുമ്പാണെങ്കിൽ പോലും ഇരുമ്പും ഉരുക്കൊക്കെ അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ അടിച്ചാലും വളച്ചാലൊന്നും വളയുകയില്ല. പക്ഷെ കൊല്ലൻ്റെ ആലയിൽ പോയിരിക്കുന്നവർക്കറിയാം, നല്ല ബർണറിനകത്തിട്ട് ശരിക്കും അങ്ങ് തീ കൊളുത്തി കഴിയുമ്പോൾ ഉരുകാൻ തുടങ്ങും. ഏത് ലോഹവും ഏത് കടുകട്ടിയുള്ളതും എത്ര വളയാത്തതും എത്ര ഒതുങ്ങാത്തതും തീക്കകത്ത് വീണ് ഉരുകാൻ തുടങ്ങിയാൽ പിന്നെ ചെറുതായിട്ടൊന്ന് മുട്ടി കൊടുത്താൽ അതിൻ്റെ രീതിയിൽ വളയും. ഉരുകാൻ തുടങ്ങിയാൽ അതിൻ്റെ ബലം കെടും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നിങ്ങൾ ചിലരോട് പറയുക, കർത്താവ് ചിലത് ചെയ്യും. സ്വർഗം ചിലത് ചെയ്യുമ്പോൾ ചിലർ ഉരുകാൻ തുടങ്ങും. എത്ര ബലവും സാമ്പത്തിക ശേഷിയും എത്ര ബുദ്ധിയും എത്ര ദുഷ്ടപ്രവൃത്തി ചെയ്യാനുള്ള കരുത്തും ഒക്കെ ഉള്ള ആളാണെങ്കിലും ദൈവം ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എത്ര ബലവാനും ഉരുകും ദൈവമക്കളെ. അങ്ങനെയാണല്ലോ ഈ വാക്കെഴുതിയിരിക്കുന്നത്. കനാന്യദേശ നിവാസികളൊന്നും അങ്ങനെ ഒതുങ്ങുന്നവരല്ല. അവരെക്കുറിച്ച് പോയി കണ്ടിട്ട് തിരിച്ചു വന്നവരൊക്കെ പറഞ്ഞത് അനാക്യമല്യന്മാരെ കണ്ടെന്നൊക്കെ പറയുന്നത്. അതികായന്മാരാണ്. അവരൊന്നും ആരുടെ മുമ്പിൽ വണങ്ങിയിട്ടുള്ളതല്ല. അവരുടെ മുമ്പിൽ ആരെങ്കിലും നിന്നാൽ അവർക്ക് വെട്ടുക്കിളിയെപ്പോലെ തോന്നുമെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലത്തെ അജാനുഭാവുക്കളായിരിക്കുന്ന ഭയങ്കരന്മാർ, കിരാതന്മാർ, ശക്തന്മാർ, ഒരുപാട് പേരെ ഒതുക്കിക്കളഞ്ഞവർ, അവരെ ഉരുക്കുന്ന ദൈവപ്രവർത്തികൾ ഉണ്ടെന്നുള്ള കാര്യം ഈ വാക്യം നമുക്ക് ഉറപ്പ് തരുന്നു. അതുകൊണ്ട് നമ്മൾ അവരെന്നുരുകും, എപ്പോൾ ഉരുകും, ആരവരെ ഉരുക്കും, ഇതൊന്നും ചിന്തിക്കണ്ട. നമുക്ക് വേണ്ടി ദൈവം ചിലത് പ്രവർത്തിക്കും. അത് വിശ്വസിച്ചാൽ മതി. എൻ്റെ ഇന്നത്തെ അവസ്ഥ മാറാൻ, എൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി മാറാൻ, എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ എന്നെ ഭയങ്കരമായിട്ട് ഉറക്കം കെടുത്തുന്ന വിഷയം അത് മാറാൻ ദൈവം ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആ വിഷയത്തിൽ നിന്ന് എസ്കേപ്പ് ആവും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ളതല്ല. എനിക്ക് വിരോധമായി നിന്ന, വിട്ടുതരാതെ പിടിച്ചു നിന്ന ചില വൻകിട ശക്തികൾ പോലും ഉരുകാൻ തുടങ്ങും. പ്രിയരെ, ദീർഘിപ്പിക്കേണ്ട കാര്യം ഈ സന്ദേശത്തിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വാക്യം ആവർത്തിച്ച് വായിച്ച് വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് പറയുക, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്യും. ആ ചെയ്യുന്നത് ചിലരറിയും, ചിലർ കാണും, ചിലർ കേൾക്കും. ആ കേൾക്കുന്നവരും കാണുന്നവരും അറിയുന്നവരും ഹല്ലേലൂയ ഉരുകാൻ തുടങ്ങും. കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇരുമ്പ് തണ്ട് പോലെ നിന്ന ചില വിഷയങ്ങൾ, ചില വ്യക്തികൾ, അവർ ബലം കെട്ടുപോകുന്നത് പോലെ ഉരുകുന്നത് ദൈവപ്രവൃത്തിയാൽ സംഭവിക്കും. നമുക്കത് പ്രതീക്ഷിക്കാം. നമ്മളീ പറയുന്നതൊക്കെ ചുമ്മാ മനുഷ്യനെ തീവാരിയിട്ട് കത്തിക്കുന്നതും കരിയില കൂട്ടി കത്തിക്കുന്നതല്ല. ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളുടെ നിർവഹണത്തിന് ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ
അതിനെതിരെ മല പോലെ നിൽക്കുന്ന വിഷയങ്ങളെ ഉരുക്കാൻ ദൈവത്തിന് കഴിയും. വേദപുസ്തകത്തിൽ ഉരുകിപ്പോകേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. ഈ വാക്യം വെച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ചിലത് ചെയ്യുമ്പോൾ മറുഭാഗത്ത് അതിദൂരത്ത് ചില വൻപൻ ശക്തികൾ ഉരുകാൻ തുടങ്ങും. നമുക്കത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലരുടെ ഹൃദയം ഉരുകാൻ തുടങ്ങും. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഈ വാക്യത്തെ ഞങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നു. അത് കർത്താവേ, ചിലത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങണേ. ആ പ്രവൃത്തി ചില ഞങ്ങളുടെ ഉരുക്കം തട്ടണേ. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് എല്ലാവരും അറിയട്ടെ. ദൈവം അത് ചെയ്യും. ഞങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.